മലപ്പുറത്ത് വോട്ടെടുപ്പിൽ വ്യാപകമായ അട്ടിമറി. വോട്ടിംഗ് യന്ത്രങ്ങളിൽ സെല്ലോ ടേപ്പും പേപ്പറും തിരികെ കയറ്റി. യന്ത്രങ്ങൾ തകരാറിലായത് ലീഗും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന കേന്ദ്രങ്ങളിലാണ്. അട്ടിമറിയാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായം. മലപ്പുറം കളക്ടറുടെ നടപടിയിൽ കമ്മീഷന് അതൃപ്തി. വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായ സംബന്ധിച്ച വിവരങ്ങൾ യഥാസമയം കൈമാറിയില്ലെന്ന് കമ്മീഷൻ. 1 മണിക്കൂറിനുള്ളിൽ സമഗ്ര റിപ്പോർട്ട് നൽകാൻ കളക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ത്യശാസനം നൽകി. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, തൃശൂരും ഒപ്പം മലപ്പുറത്തുമാണ് ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേട് നടന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടമായ അതൃപ്തി അറിയിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടറുടെ നിലവിലെ നടപടിയിൽ മറ്റു വിവരങ്ങൾ എന്താണ്? റീപോളിംഗ് അടക്കമുള്ള സമഗ്രമായ വിവരങ്ങൾ. അരുൺ, മലപ്പുറം ജില്ലാ കളക്ടറുടെ നടപടിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് 255 കേന്ദ്രങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അട്ടിമറിച്ച സംഭവം, അത് കേടാക്കിയ സംഭവം സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകാത്ത കളക്ടറുടെ നടപടിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ ആരായുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടേണ്ടി വന്നു. യഥാസമയം വിവരം കൈമാറാൻ കളക്ടർ തയ്യാറായിട്ടില്ല. അതുപോലെ കളക്ടർ നൽകിയിട്ടുള്ള വിവരം അപൂർണമാണ്. അതുകൊണ്ട് തന്നെ കളക്ടർ നൽകിയ റിപ്പോർട്ട് തള്ളുന്ന ഒരു നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നിട്ട് 3 മണിക്ക്, ഇപ്പോൾ 3 മണിയായിരിക്കുന്നു, ഇപ്പോൾ 3 മണിക്കകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം, സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മലപ്പുറം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഈ റിപ്പോർട്ട് കൂടെ വന്ന ശേഷം മാത്രമേ റീപോളിംഗ് സംബന്ധിച്ച കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം നടത്തുകയുള്ളൂ. കാരണം മലപ്പുറം കളക്ടർ നേരത്തെ തന്നെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കേടായതുമായി ബന്ധപ്പെട്ട അട്ടിമറി സംബന്ധിച്ച കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സ്ഥിരീകരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായത് എന്ന തരത്തിൽ ചില പരാമർശമാണ് മലപ്പുറം ജില്ലാ കളക്ടർ നടത്തിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര ട്രെയിനിങ് കിട്ടാത്തതാണ്, ട്രെയിനിങ് കിട്ടാത്ത ഉദ്യോഗസ്ഥർ പോളിംഗ് ഡ്യൂട്ടിക്ക് വന്നതാണ് ഇതിന് കാരണമെന്നുള്ള തരത്തിൽ പരാമർശമാണ് ജില്ലാ കളക്ടർ നടത്തിയത്. മറ്റ് വിശദാംശങ്ങൾ കൃത്യസമയത്ത് ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ വിവരം നൽകാൻ കളക്ടർ തയ്യാറായിട്ടില്ല. ഇത് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ശേഖരിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. ഇക്കാര്യം രൂക്ഷമായി തന്നെ അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് സമഗ്രമായ റിപ്പോർട്ട് നൽകാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൃശൂർ 4 ഇടങ്ങളിൽ റീപോളിംഗിന് ആണ് ഇപ്പോൾ സാധ്യത ഉയർന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തം 32 സ്ഥലങ്ങളിലാണ് ഇനി റീപോളിംഗിന് സാധ്യത. അത് സംബന്ധിച്ച പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുകയും ചെയ്യും. അരുൺ, ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂരാണ് നിലവിൽ വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി KT സ്വാലിഹ് കൂടി നിലവിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം മറ്റ് അതിഥികൾ കൂടി, സുമാ ബാലകൃഷ്ണൻ KPCC ജനറൽ സെക്രട്ടറി കണ്ണൂർ സ്റ്റുഡിയോയിൽ, ഒപ്പം A റഹീം നമുക്കൊപ്പം തിരുവനന്തപുരം ന്യൂസ് റൂമിലും ചേരുന്നുണ്ട്. തത്സമയം സ്വാലിഹിലേക്ക്. സ്വാലിഹ്, ഇനി ഏകദേശം 2 മണിക്കൂർ മാത്രമാണ് വോട്ടെടുപ്പ് കൃത്യമായി പൂർണ്ണമാകാനുള്ളത്. കൃത്യമായൊരു ചിത്രം ലഭിക്കാനുമുണ്ട്. എന്തായാലും ഭേദപ്പെട്ട പോളിംഗ് ആണ് നിലവിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. വലിയ തോതിലുള്ള അട്ടിമറി വ്യാപകമായി ഉണ്ടായി എന്ന ഗുരുതരമായ ആരോപണമാണ് മലപ്പുറത്ത് നിന്ന് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടമായ അതൃപ്തി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുമപ്പുറം നിലവിൽ മലപ്പുറത്തിന് പറയാനുള്ള രാഷ്ട്രീയം എന്താണോ എന്ന് കേരളം മുഴുവൻ ആകാംക്ഷയോടെ സജീവമായി കാതോർത്തിരിക്കുന്ന ഒരു സമയവുമാണിത്. കാരണം ലീഗും ഒപ്പം കോൺഗ്രസും തമ്മിലുള്ള മുന്നണിയുടെ കാതലായ കരുത്ത് പരീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ആ മേഖലകളിൽ കൂടിയാണ് നിലവിൽ വലിയ തോതിലുള്ള അട്ടിമറി നിലവിൽ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. വോട്ടെടുപ്പ് തീരാൻ ഇനി 2 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ നിലവിൽ മലപ്പുറത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ചിത്രം എന്താണ്? അരുൺ, 3911 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ ആകെയുള്ളത്. 2510 വാർഡുകളുമുണ്ട്. ഇതിൽ 280-ൽ പരം സ്ഥലങ്ങളിലാണ് പോളിംഗ് തടസ്സപ്പെട്ടത്, യന്ത്ര തകരാറ് കൊണ്ട് പോളിംഗ് തടസ്സപ്പെട്ടത്. ഇപ്പോഴും 100ഓളം സ്ഥലങ്ങളിൽ പോളിംഗ് നടക്കുന്നില്ല. പലയിടത്തും പരിഹരിച്ചത് വീണ്ടും തകരാറിലാവുന്ന സാഹചര്യങ്ങളുണ്ടായി. പോരൂർ, ആനക്കയം ഭാഗങ്ങളിൽ, തിരുവാലി പഞ്ചായത്തുകളിൽ 2-3 ബൂത്തുകളിൽ വീതം വീണ്ടും പോളിംഗ് യന്ത്രം തകരാറായി വോട്ടിംഗ് തടസ്സപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രധാനമായും പെരിന്തൽമണ്ണ നഗരസഭ, അതുപോലെ കോൺഗ്രസും ലീഗും നേർക്കുനേർ മത്സരിക്കുന്ന ചോക്കാട്, കരുവാരക്കുണ്ട്, കാളികാവ് മണ്ഡലങ്ങളിലും മമ്പാട്, ആദവനാട്, മൂർക്കനാട് പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് തടസ്സപ്പെട്ടിട്ടുള്ളത്, പോളിംഗ് യന്ത്രം തകരാറിലായിട്ടുള്ളത്. ഏതായാലും 28 കേന്ദ്രങ്ങളിൽ 28 പോളിംഗ് ബൂത്തുകളിൽ റീപോളിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കലക്ടർ തന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മുസ്ലിം ലീഗും റീപോളിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പോളിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴയുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ
പോളിംഗ് തുടരുന്നത്. 94 പഞ്ചായത്തുകൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 94 പഞ്ചായത്തുകളും. സ്വാലിക്, ഒരു നിമിഷം വരാം. പോളിംഗ് ശതമാനത്തിൽ നേരിയ വർധനവ്, നേരിയതല്ല വലിയ തരത്തിലുള്ള വർധനവ് എന്നൊരർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന അതാണ്. 60% കേരളത്തിൽ മുഴുവൻ നിലവിൽ പോളിംഗ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നിന്ന്, ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ കൂടി നിലവിൽ ചേരുന്നുണ്ട്. സുനിൽ, വലിയ തരത്തിലുള്ള ഒരു പോളിംഗ് നിലവിൽ ഇതുവരെ എന്ന് വിലയിരുത്താമോ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്? കാരണം ഇനി 2 മണിക്കൂർ മാത്രമാണ് പോളിംഗ് അവസാനിക്കാനായി ശേഷിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ 60% പോളിംഗ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി പങ്കുവയ്ക്കാനുള്ളത്. ഇതിൽ പത്തനംതിട്ടയിൽ 58.5%, ആലപ്പുഴയിൽ 62%, കോട്ടയത്ത് 61.5%, എറണാകുളത്ത് 62%, തൃശ്ശൂരിൽ 58.5%, പാലക്കാട് 56.5%, മലപ്പുറം 54 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കുകൾ. നേരത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ പത്തനംതിട്ടയിൽ 59.92% 2010 വോട്ടിംഗ്. ഇപ്പോൾ അത് ഏകദേശം 58 വരെ എത്തി നിൽക്കുന്നു. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് 62 അടുപ്പിച്ച് വരാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴയിലായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം, 80.22. ഇപ്പോൾ ആലപ്പുഴയിൽ 62% എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കോട്ടയത്ത് വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് കോട്ടയത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 76% കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ 62% എത്തിയിരിക്കുന്നു എന്നുള്ളത് കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ ഉള്ള, മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു ജില്ല എന്നുള്ള പ്രത്യേകതയും കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മേഖല എന്നുള്ള പ്രത്യേകതയും ഒക്കെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള പോളിംഗ് വരുന്നു. മലപ്പുറത്ത് നേരത്തെ സ്വാലിക്ക് പറഞ്ഞതുപോലെ തന്നെ ശക്തമായ മഴയുണ്ട്, പോളിംഗ് മന്ദഗതിയിലാണ്. അതിനു പുറമെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറിലായ സംഭവം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യം കൊണ്ട് തന്നെ മലപ്പുറത്തെ പോളിംഗ് പൊതുവെ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അല്പസമയം കഴിയുമ്പോൾ വീണ്ടും ഇതിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത ഈ ഡേറ്റാസ് നൽകുന്നതാണ്. സുനിൽ, ഒരു കാര്യം കൂടി, കാരണം ഈ 2 ഘട്ടത്തിലെയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പിന്റെ പെർസെന്റേജ് താരതമ്യം ചെയ്യുമ്പോൾ ആലപ്പുഴ, അതായത് 2010 നിലവിൽ 80%, തൃശ്ശൂർ 75%, മലപ്പുറത്ത് 79.61 അതേസമയം പത്തനംതിട്ട 59%, കോട്ടയത്ത് 76%, പാലക്കാട് 76%, എറണാകുളത്ത് 79%. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആലപ്പുഴയും കോട്ടയവുമാണ് നിലവിൽ പോളിംഗ് പെർസെന്റേജിൽ 62% എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ, അതോ നിലവിൽ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ചുള്ള സമഗ്രമായ ഒരു അവലോകനത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന വിവരങ്ങളാണോ ഇത്? അതായത് ഇനി 1.5 മണിക്കൂർ 2 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. മാക്സിമം 7 നോട്ടിലേക്ക് 70 എന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ കാലാവസ്ഥയും മറ്റു ഘടകങ്ങളും ഒക്കെ പരിഗണിക്കുമ്പോൾ? തീർച്ചയായും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ഇനിയുള്ള 2 മണിക്കൂറാണ് പോളിംഗിന് അവശേഷിക്കുന്നത്. എന്തായാലും ആ ഒരു പോളിംഗ് കൂടെ നോക്കുമ്പോൾ ഈ 2 ജില്ലകളിലും എന്തായാലും 70% കടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പോൾ 62% എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്, ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ്. 62% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത്. കാരണം ആലപ്പുഴയിൽ വലിയൊരു രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലും അത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ 59.92 എന്ന് പറയുന്നത് അടുത്ത അരമണിക്കൂറിനുള്ളിൽ മറികടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം വലിയ രീതിയിൽ തന്നെ ഇവിടെയും പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എറണാകുളത്ത് 79 ആയിരുന്നു, അതിപ്പോൾ 62 ആണ് കടന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിലൊക്കെ ഇപ്പോഴും ശക്തമായിട്ടുള്ള പോളിംഗ് തന്നെ വരികയാണ് എന്നുള്ളതാണ്. പാലക്കാട് പക്ഷേ 56% എത്തിയിട്ടുള്ളൂ. 76.46 ആയിരുന്നു 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച്. എന്തായാലും ഇതും വ്യത്യാസപ്പെട്ട് വരും എന്നുള്ളത് തന്നെയാണ് സമഗ്രം. അതായത് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഏറ്റവും പോളിംഗ് ഒക്കെ പൂർത്തിയായി വളരെ വൈകി മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് നമുക്ക് ലഭ്യമാകുകയുള്ളൂ. കാരണം മലപ്പുറത്തും തൃശ്ശൂരും ഒക്കെ നിലവിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, വോട്ടിംഗ് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഉപകരണങ്ങളുടെ കേട് മുഖാന്തരം വോട്ടിംഗ് തടസ്സപ്പെട്ടിരിക്കുന്ന സമയവും ഇനി കൂടുതൽ സമയം, അതായത് 5 മണി വരെ ക്യൂവിലുള്ളവർക്ക് ടോക്കൺ കൊടുത്തുകൊണ്ട് അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് വോട്ടിംഗ് നടക്കും. അപ്പോൾ വോട്ടിംഗ് ഏകദേശം നല്ല ക്യൂ ആണെങ്കിൽ 7 മണിയോടുകൂടിയൊക്കെ ആയിരിക്കും ഓരോ പോളിംഗ് സ്റ്റേഷനിൽ, ഇത്തരത്തിലുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് പൂർത്തിയാവുക. അങ്ങനെ വരുമ്പോൾ കണക്ക് വളരെ വൈകി മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ തവണത്തെ ശതമാനം ഓവർടേക്ക് ചെയ്യുന്ന ചില ജില്ലകൾ ഉണ്ടാവും, അതേ ശതമാനത്തിൽ ഇടിച്ചു നിൽക്കുന്ന ചില ജില്ലകളും നമുക്ക് കാണാൻ സാധിക്കും. സുനിൽ, അതുപോലെ ഒരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ജില്ലാ കളക്ടർ
അവഗണിച്ചു. ആ റിപ്പോർട്ട് നൽകുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമാണ് അവഗണിച്ചത്. കാരണം സമയം ഇതുവരെയായിട്ടും കൃത്യസമയത്ത് റിപ്പോർട്ട് നൽകിയില്ല എന്നുള്ളതാണ്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രകടമായ അതൃപ്തി നിലവിലുണ്ട് എന്നുള്ളതുമാണ് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അതുകൂടി കൂട്ടിച്ചേർക്കാം. തീർച്ചയായും. കാരണം 3 മണിക്കാണ് റിപ്പോർട്ട്, സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് നൽകാനായി മലപ്പുറം ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. പക്ഷേ ഇതുവരേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മലപ്പുറം ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കാരണം നേരത്തെ നൽകിയ റിപ്പോർട്ട് അപൂർണമായിരുന്നു. എത്ര സ്ഥലങ്ങളിൽ എത്ര മെഷീൻ വെച്ച് കേടായി, അതിനകത്ത് എന്തൊക്കെയാണ് കണ്ടെത്തിയത്, പരാതികൾ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്നാണ് നൽകിയത് എന്നുള്ളത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നേരത്തെ കളക്ടർ നൽകിയിരുന്നില്ല. ഇതിനു പകരം കളക്ടർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതായത് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല, ഉദ്യോഗസ്ഥർ ഉപകരണം കൈകാര്യം ചെയ്യുന്നതിൽ വന്നിട്ടുള്ള പാകപ്പിഴയാകാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, കേടായ ഉപകരണങ്ങൾ അവർ നോക്കിയില്ല എന്നുള്ള തരത്തിലേക്ക് ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന തരത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ ചില പരാമർശങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ നടത്തി. ഇത് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായിട്ടുള്ള വിവരം കൈമാറാൻ ജില്ലാ കളക്ടർ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസറോടും പോളിംഗ് ഓഫീസറോടും ഒക്കെ വിളിച്ച് ഇതിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് അതൃപ്തി ഉണ്ടായിരിക്കുന്നത്. കാരണം കൃത്യമായി മലപ്പുറം ജില്ലാ കളക്ടറുടെയും തൃശൂർ ജില്ലാ കളക്ടറുടെയും സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ റീപോളിംഗ് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ സുനിൽ, ഇക്കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ റിപ്പോർട്ടർ, നമ്മുടെ പ്രതിനിധി സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ആ വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നിലവിൽ ജില്ലാ കളക്ടർ പറയുന്നത് ഈ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുമില്ല. അപ്പോൾ എവിടെയാണ്, ആരാണ് കള്ളം പറയുന്നത് എന്നത് സംബന്ധിച്ച് ചില ആശങ്കകൾ കൂടി നിലനിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇക്കാര്യത്തിൽ ഒരു കളവ് പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഉരുണ്ട് കളിക്കുന്നത് കളക്ടറാണ്. തകരാറ് അവിടെ വളരെ കൃത്യമായി പറ്റിയിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാലിഹ്, അങ്ങനെയാണോ? അരുൺ, 12 മണിയോടെ തന്നെ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച ഉദ്യോഗസ്ഥരെയും അതുപോലെ SP ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് റിപ്പോർട്ട് നൽകിയതെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. ഈ റിപ്പോർട്ടിൽ 28 സ്ഥലങ്ങളിൽ റീപോളിംഗ് നടത്തണമെന്ന് ശുപാർശയും ചെയ്തിട്ടുണ്ട് എന്നാണ് കളക്ടർ ഇവിടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റീപോളിംഗ് പ്രഖ്യാപിക്കുക എന്നതും അത് സംബന്ധിച്ച് കളക്ടർക്ക് ഒരു വ്യക്തമായ മറുപടി ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. 18 സ്ഥലങ്ങളിൽ മാത്രമേ റീപോളിന് സാധ്യതയുള്ളൂ എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. അതേസമയം തന്നെ വീണ്ടും ഈ 12 മണിക്ക് ശേഷം വീണ്ടും കൂടുതൽ സ്ഥലങ്ങളിൽ യന്ത്രം തകരാറിലാവുകയും കൂടുതൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാവുകയും ചെയ്തു. 3ഉം 4ഉം തവണ ഒരേ ബൂത്തിൽ തന്നെ പോളിംഗ് യന്ത്രം മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായി ആദവനാട് പഞ്ചായത്തിൽ. അതുപോലെ തിരുവാലിയിലും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായി. ഇത് കൂടുതൽ സ്ഥലങ്ങളിലെ ഇത്തരം റിപ്പോർട്ടുകൾ ചെയ്തതിന് ശേഷവും സമഗ്രമായ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർ അയച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് ഈ പ്രശ്നം തുടങ്ങിയ അതേ സമയത്ത് തന്നെ യോഗം ചേരുകയും വിശദമായ ഒരു റിപ്പോർട്ട് നൽകി എന്നാണ് കളക്ടർ ഇപ്പോൾ പറയുന്നത്. അരുൺ.